കൊല്ലങ്കോട് വടവന്നൂരിൽ ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു. പരിക്ക് ഗുരുതരമല്ല. മൊത്തം കൺട്രോളിൽ പോയി. അതാണ് സംഭവം അല്ലേ. ടയറാടെ എൻഡ് പൊളിഞ്ഞു. നിരവധി യാത്രക്കാർക്ക് പരിക്കുണ്ടെങ്കിലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 8:30യോടെയാണ് അപകടം. പ്രായമായ സ്ത്രീക്ക് കൈക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം യാത്രക്കാർ കുറവായിരുന്നു. നെന്മാറയിൽ നിന്ന് വടവന്നൂർ പൊക്കുന്നി വഴി വണ്ടിത്താവളത്തേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിന് സൈഡ് കൊടുക്കുമ്പോഴായിരുന്നു ബസ് മറിഞ്ഞത്. ഈ റൂട്ടിലെ പാലങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട്. റോഡും ശോചനീയാവസ്ഥയിലാണ്. വീതിക്കുറവും അപകടത്തിന് കാരണമായെന്ന് സമീപവാസികൾ പറഞ്ഞു. വളരെ മോശപ്പെട്ട രീതിയിലുള്ള റോഡാണ്. വർഷങ്ങളായി 10-35 വർഷക്കാലമായിട്ട് ഇവിടെ ഒരേ ആൾ ഭരിക്കുന്ന ഒരു പ്രദേശമാണ്. അത് ഒരു ഭാഗം. എന്നിരുന്നാലും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ 4 മാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, 1 മാസം മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നതാണ്. എന്നിരുന്നാലും ആ റോഡിൻ്റെ ശോചനീയാവസ്ഥയും അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കൺജസ്റ്റഡ് ആയിട്ടുള്ള പാലങ്ങളാണ്. ഒരു 3-4 പാലങ്ങളാണ് ഇതിലുള്ളത്. അതിൽ ഈ പറയുന്ന ഈ മിനി ബസ് തന്നെ കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന മാത്രമുള്ള ഒരു പാലമാണത്. അത് പെട്ടെന്ന് ഈ വഴി കൂടെ ഒരു ബൈക്കുകാരൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് കൂടെ വരികയും അത് കണ്ട് ഡ്രൈവർ ചവിട്ടിയപ്പോൾ ബ്രേക്ക് മറ്റേ ഇതിൽ ആ പാലത്തിൽ ഇടിക്കുകയും ഇടിച്ച് ടയറാഡൻ്റ് മറ്റുള്ളതൊക്കെ പോയി വണ്ടി കനാലിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. കാരണം ഈ റോഡിൻ്റെ ശോചനാവസ്ഥ കൊണ്ട് വണ്ടികളും വളരെ സ്ലോവിലേ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ സ്പീഡിൽ വന്നിട്ട് ഇടിക്കുന്ന ഒരു സാഹചര്യമൊന്നും അല്ല ഇവിടെ. ഞാൻ ഈ നാട്ടുകാരനാണ്, ഞാൻ ആ പരിസരത്ത് ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് ഞങ്ങളൊക്കെ തന്നെയാണ് ഈ ഭാഗത്തുനിന്ന് ആംബുലൻസും മറ്റുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് അതിലുള്ള ആളുകളെയൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തത്. ഒരു 10-11 പേർക്ക് ചെറുതായിട്ട് സാരമായിട്ടുള്ള പരിക്കുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രമാണ്, ഒരു സ്ത്രീക്ക് മാത്രം കാര്യമായിട്ട് എല്ലിനെന്തോ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അതിനെ പാലക്കാട് കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ഒന്നാമത്തെ ഈ പാലത്തിൽ ഒരു ബസ്സേ കടക്കാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഒരു ഓട്ടോ വന്നാലോ അല്ലെങ്കിൽ ഒരു ബൈക്ക് വന്നാലോ കടക്കാൻ പറ്റില്ല. മുന്നോട്ട് പോകാൻ ഒന്നിനും ആ ഭാഗത്ത് നിർത്തണം അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിർത്തണം. മെയിൻ റോഡാണ്. വണ്ടിത്തോളം കൊല്ലങ്കോട് വടവന്നൂർ മെയിൻ റോഡാണ്. അതിലാണ് ഇത്രയും ചെറിയ പാലമായ കാരണം ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ആംബുലൻസ് വന്നാലോ ലാറി വന്നാലോ കടക്കാൻ പറ്റാത്ത വീതി കുറഞ്ഞ ഇടുങ്ങിയ പാലമാണ്. ഒരു ബൈക്ക് ഓപ്പോസിറ്റ് വന്നു, ചവിട്ടി നേരെ പാലത്തിൽ കൊണ്ട് ഇടിച്ചു. ബൈക്ക് രക്ഷപ്പെടാൻ വേണ്ടി പാലത്തിലിടിച്ചപ്പോൾ നേരെ മറ്റേത് കട്ടായതുകൊണ്ട് അങ്ങനെ വേണ്ടി ഭാഗ്യമാണ്, രക്ഷപ്പെട്ട ഭാഗ്യമാണ്. കുട്ടികളെല്ലാം അവിടെ ഇറങ്ങി. ഒരു 10-20-25 കുട്ടികളവിടെ സ്കൂളിൽ ഇറങ്ങിയ കാരണം വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. പിന്നെ അടുത്ത സ്കൂൾ വണ്ടിത്തോളമാണ്. ഇനി ആ കുട്ടികളും കൊണ്ട് അകണ്ടിക്കാണ് പോകേണ്ടത്. പക്ഷേ അപ്പോഴേക്കും ഇത് സംഭവിച്ചു. ആർക്കും ആപത്തില്ലാതെ നിസ്സാര കാര്യങ്ങൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടാണ് നമ്മൾ. UTV ന്യൂസ്, പാലക്കാട്.